എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നിങ്ങളുടെ മുതലാളിയോട് ഞാൻ ഈ ചർച്ചയെ വെല്ലുവിളിച്ച് പറയുകയാണ്. നിങ്ങൾ എഴുതി വെക്കേണ്ടത് വ്യാജം എഴുതി വെച്ചിട്ട് ഞങ്ങൾ അതിന്റെ പുറകെ സൗകര്യപ്പെടില്ല. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? 8 മിനിറ്റ് നേരം കേരള സർക്കാരിനെതിരായി പച്ചയായ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് സാമ്പത്തിക വിദഗ്ധ എന്ന ലേബൽ ഒട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട മേരി ജോർജ് ഇവിടെ അവതരിപ്പിച്ചത്. അതില് മുഖ്യമന്ത്രി ദേശാടന കിളി. വല്ലാണ്ടങ്ങ് ചിരിക്കല്ലേ, എല്ലാത്തിനെയും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കേരളത്തിലൊരു മുഖ്യമന്ത്രി ലക്ഷക്കണക്കിന് മനുഷ്യരെ കാണാൻ 140 മണ്ഡലങ്ങളിൽ പോയി ജനങ്ങളോട് സംവദിക്കുന്നത് ദേശാടന കിളിയാണ്. അതിപ്പോ പ്രത്യേകം പറയാണ്ടോ? ധൈര്യസമേതം ആളുകളോട് മുഖാമുഖം നടത്തുന്നത് ദേശാടന കിളിയാണ്. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിനാർക്കവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? മലയാളക്കരയുടെ അഭിമാനം ലോകത്തോളം ഉയർത്തുന്ന കേരളീയം പരിപാടി ദേശാടന കിളിയുടെ പരിപാടി. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ല അല്ലേ? കേരളമെന്ന് കേട്ടാൽ ചോര തിളയ്ക്കണം, നമുക്ക് ഞരമ്പുകളിൽ നിന്ന് വള്ളത്തോട് പാടി. ഇവര് കേരളമെന്ന് കേട്ടാൽ കേരളത്തെക്കുറിച്ചോർത്ത് ചോര തിളയ്ക്കുന്നത് കേരളത്തിനെതിരായിട്ടാണ്. സ്വാഭാവികം. ഇത്രയും നേരം ഈ വിദഗ്ധയായിട്ടുള്ള ആളുകൾ വൈദഗ്ധ്യം ഉപയോഗിച്ചത് എന്തിനാണ്? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. 7.5 കൊല്ലം മുമ്പ് കേരളത്തിന്റെ ബഡ്ജറ്റ്, ഞാൻ പറയുന്ന കണക്ക് 86,000 കോടി രൂപ. സോറി, എനിക്ക് തെറ്റി. ഇപ്പൊ കേരളത്തിന്റെ ബഡ്ജറ്റ് 1,86,000 കോടി. 7.5 കൊല്ലം കൊണ്ട് കേരളത്തിന്റെ ബഡ്ജറ്റ് 1 ലക്ഷം കോടി വളർന്നു. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചേർത്താൽ പൂർണ്ണമാകും. 7 വർഷം മുമ്പ് നമുക്കുണ്ടായിരുന്ന പൊതുകടവും ഇന്നത്തെ പൊതുകടവും. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. നമ്മുടെ കേരളത്തിന്റെ GDP ഗ്രോത്തിന്റെ 4%, 3% നമുക്ക് കടമെടുക്കാം. കേരളത്തിൽ പ്രളയം വന്നു 2018, 2019. അല്ല, ഫിഗർ പറഞ്ഞില്ല, എത്രയോ ബാക്കി 2 സംഖ്യ പറഞ്ഞുകൊണ്ട് ഈ സംഖ്യ പറഞ്ഞാൽ പൂർണ്ണമാവും. ഇന്ന് 4 ലക്ഷം കോടി രൂപയുടെ കടവുള്ളൂ. 4 ലക്ഷം കോടി രൂപ കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഈ വരുമാനവും കടവും തമ്മിലുള്ള അനുപാതം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ കേരളം എത്രാം സ്ഥാനത്താണ്? അവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് കേരളത്തിന്റെ ഖജനാവ് നമുക്കറിയാം ഓവർ ഡ്രാഫ്റ്റിലല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണ ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെയും കാശ് വാങ്ങിച്ചിട്ടല്ല, കോർപ്പറേറ്റ് ഫണ്ട് കൊണ്ടല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയും. തിരിച്ചു പറയാൻ BJPക്ക് ആവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നത്. രണ്ടാമത്തത്, ഈ ചർച്ചയിൽ സിംഹഭാഗവും പോയി എന്ന് പറയുന്നത് നേതാവിന്റെ ചുരുക്കപ്പേരിലേക്ക് തന്നെയാണ്. അത് സുരേഷ് കുമാർ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. സുരേഷ് കുമാർ, ഞാൻ വീട്ടിലല്ല, ഇവിടെ തന്നെയാണ് പറയുന്നത്. സുരേഷ് കുമാർ വീട്ടിൽ പോയി തന്നെയാണ് പറയുന്നത്. എന്തോ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ. ഈ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കടത്തിക്കൊണ്ടുപോയ BJP നേതാക്കന്മാരുടെ പേരൊഴിവാക്കി നിർമ്മലാ സീതാരാമന്റെ ജോലിക്കാരെ കൊണ്ടൊരു കടലാസ് എഴുതി വെച്ചിട്ട് അതിന്റെ അറ്റത്ത് ഞങ്ങളുടെ ആരുടെയും പേരുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനൊന്നും സൗകര്യപ്പെടുകയില്ല. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയും. ഇത് നിങ്ങൾ പറയണ PV ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് പിടിക്കുക. എന്താ പിടിക്കാത്തത്? കുമാറേ, വിവാദമായ കരിമണൽ കമ്പനി 135 കോടി രൂപ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും അടക്കം കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിലെ സിംഹഭാഗവും കൈപ്പറ്റിയെന്ന് പറയുന്ന നിങ്ങളുടെ ഒന്നാമന്റെ പേരിലാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ മുതലാളിയോട് ഞാൻ ഈ ചർച്ചയെ വെല്ലുവിളിച്ച് പറയുകയാണ്. തന്റെ ഉണ്ടെങ്കിൽ ആ മുതലാളി മത്സരിക്കാൻ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തതിനു മുമ്പ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാനാ പറയുന്നത്. നിങ്ങൾ എഴുതി വെക്കേണ്ടത് മുതലാളിയുടെ വ്യാജം എഴുതി വെച്ചിട്ട് ഞങ്ങൾ അതിന്റെ പുറകെ സൗകര്യപ്പെടില്ല. ഞാൻ പറയട്ടെ വെച്ചാൽ മതി. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. ഈ ഒരു ചർച്ചയിലെ വിഷയം അതല്ല. PV വാങ്ങിയെന്ന് എഴുതി വെച്ച ഉത്തരവിൽ താങ്കൾ എന്നോട് എന്തിനാണ് കയർക്കുന്നത്? നിങ്ങളുടെ നേതാക്കളോ പാർട്ടിക്കോ നട്ടലുണ്ടായിരുന്നെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കടലാസയില് എന്തെങ്കിലും വാറോല എഴുതി വെച്ചിട്ട് ഞങ്ങളുടെ പേരാന്ന് പറഞ്ഞു കിടന്നാൽ അതിന്റെ പുറകെ നടക്കാൻ സൗകര്യപ്പെടുകയില്ല. 2, ഏഷ്യാനെറ്റിനെ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടില്ല.
വിശ്വാസ്യതയുടെ കാര്യത്തിൽ തുടർഭരണം കിട്ടിയ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. നിങ്ങൾ 7.5 കൊല്ലമായിട്ട് ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞങ്ങളുടെ വിശ്വാസത പോയില്ല. നിങ്ങൾ തെളിയിച്ചോ? ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ മറുപടി ഇങ്ങനെ പബ്ലിക് ഡൊമൈനിൽ വന്ന വിവരത്തെ കുറിച്ച് എന്തുകൊണ്ട് അദ്ദേഹം നിയമ നടപടിക്ക് പോകുന്നില്ല? അതാണ് എന്റെ ചോദ്യം. ഉത്തരം പറ. കമല ഇന്റർനാഷണൽ മുതൽ കാനഡയിലെ ഇപ്പോഴത്തെ പുതിയ കമ്പനി വരെ ഞങ്ങളൊരു കേസിന്റെ പുറകെ പോയിട്ടില്ല. അല്ല, ഈ സാബു ജേക്കബ് വിളിച്ച് പറഞ്ഞപ്പോൾ ഈ ശൗര്യമൊന്നും കണ്ടില്ല. മുഖ്യമന്ത്രിയുടെ പുന്നാര മകൾക്കെതിരെ എന്റെ കയ്യിൽ ബോംബുണ്ടെന്ന് ഒരു പൊതുവേദിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഈ ധൈര്യമൊന്നും കണ്ടില്ലല്ലോ. സൈബറിടത്ത് പോലും മറുപടി ഇല്ലല്ലോ. നിങ്ങൾക്കൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. നിങ്ങളുടെ മുതലാളി ഈ പറഞ്ഞ നേതാവിനോടോ നേതാക്കന്മാരോ ആ പാർട്ടിക്കാരോ നിങ്ങൾക്ക് അവർക്കെതിരെ ഒരു പ്രസ്താവന നടത്താനോ കേസ് കൊടുക്കാനോ ധൈര്യമില്ലാത്തത് നമ്മുടെ ന്യൂസ് വന്നിരുന്നത് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? അദ്ദേഹം പറയുന്നത് ഓവർ ഡ്രാഫ്റ്റ് ഇല്ലാതെ പോകുന്നല്ലോ എന്ന്. ഇത് നിങ്ങളുടെ ഔദാര്യമല്ല അനിൽകുമാറെ. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷം പരമാവധി ഓവർ ഡ്രാഫ്റ്റ് നിലനിർത്താൻ കഴിയുന്നത് 140 ദിവസമാണ്. 4ാമത്തെ ക്വാർട്ടറിലും ഓവർ ഡ്രാഫ്റ്റിന്റെ പീരീഡ് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഓവർ ഡ്രാഫ്റ്റ് കിട്ടില്ല, ഓവർ ഡ്രാഫ്റ്റ് എടുക്കാൻ കഴിയില്ല. മനസ്സിലായോ? എന്നിരിക്കെ ഞങ്ങൾ ഓവർ ഡ്രാഫ്റ്റിലല്ല പോകുന്നതെന്നൊക്കെ മേനി നടിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെല്ലാം വിഡ്ഢികളാണ് എന്ന് അനിൽകുമാർ കരുതി കരുതുക. ഇവിടെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് കോർപ്പറേറ്റുകളുടെ ഫണ്ടേ വേണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ അനിൽകുമാറെ, തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനിൽ കൊടുത്തിരിക്കുന്ന കേസ് അഫിഡവിറ്റിൽ നിങ്ങൾ പറഞ്ഞിരിക്കുകയല്ലേ കിറ്റെക്സിൽ നിന്ന് ഞങ്ങൾ 30 ലക്ഷം രൂപ വാങ്ങിയത്? കോർപ്പറേറ്റ് അല്ലേ? ടീച്ചർ കണക്ക് വെച്ച് സംസാരിക്കുമ്പോൾ ടീച്ചറെ ആക്ഷേപിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ എന്ത് വളർച്ചയാണ് കേരളത്തിന്? നേരത്തെ നമ്മുടെ മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വലിയ വളർച്ചയാണ് കേരളം നേടിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ മാത്രം എവിടെയും കാണിക്കാനില്ലാത്ത അവസ്ഥയാണ്. അതായത് കാര്യക്ഷമത കൊണ്ട് കാര്യങ്ങൾ നേടുമെന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന മുഖ്യമന്ത്രിക്ക് കാര്യക്ഷമത ഇല്ലായ്മ ഏറ്റുപിടിക്കാൻ വിഷമമാണ്. അതായത് വികസന മുരടിപ്പ് എത്രയാണ് പ്ലാൻ ഫണ്ട് യൂട്ടിലൈസേഷൻ എന്ന് നോക്ക്. 41% വികസനം കാണേണ്ടത് പദ്ധതി ഫണ്ടിന്റെ യൂട്ടിലൈസേഷൻ അനുസരിച്ചാണ്. ഇവിടെ വികസനം നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതായത് യാതൊരു നിയന്ത്രണവുമില്ലാതെ കടമെടുത്തു പോകുന്ന ഏതാനും സംസ്ഥാനങ്ങളെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും CAGയും ഒക്കെ ചൂണ്ടിക്കാണിച്ചതിൽ ഒന്നായിരുന്നു കേരളം. ആകെ ചളമായി ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, കേരളം ഈ 3 സംസ്ഥാനങ്ങളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ക്രമത്തിൽ കവിഞ്ഞ കടം. അപ്പോഴാണ് നിയന്ത്രണങ്ങളുമായി വന്നത്. അതുകൊണ്ട് കേന്ദ്രം തരുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? 29% നിർത്തണം എന്ന കടമാണ് 34%. എത്രയാണ് കടം പറഞ്ഞിരിക്കുന്നത്? 4,47,857 കോടി ഈ വർഷം എടുക്കുമെന്ന് ബജറ്റ് തന്നെ ക്ലെയിം ചെയ്യുന്ന കടമാണ് ഇത്രയും. അപ്പൊ ഇപ്പോഴും സർക്കാർ നേരെ പോകാൻ തയ്യാറല്ല. ഇപ്പോഴും കടം മേടിച്ച് മുന്നോട്ട് പോവുക, അത് മാത്രമാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് എന്ന് വേണം ഈ പറഞ്ഞിരിക്കുന്ന കണക്കുകളിൽ നോക്കാനായിട്ട്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ല. ഈ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത ഒന്ന് മാത്രമാണ്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.